ഹായ് ഓൾ, വെൽക്കം ടു എബിക് ലേണിംഗ്. ഇന്ന് നമ്മൾ ഇവിടെ പുതിയ ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും വേണ്ടതായിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് സ്പോക്കൺ ഹിന്ദി. എങ്ങനെ തുടക്കക്കാർക്ക് സ്പോക്കൺ ഹിന്ദി ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. ഓക്കെ, അതിന് നമുക്ക് കുറച്ച് സ്റ്റെപ്സുകൾ ആവശ്യമുണ്ട്. ആ സ്റ്റെപ്സ് ബേസിക് ഗ്രീറ്റിംഗ്സ് ആൻഡ് എക്സ്പ്രഷൻസ് ആണ്. നമ്മൾ ഒരാളെ കണ്ടുമുട്ടുമ്പം എങ്ങനെ തുടങ്ങണം, എങ്ങനെ അത് ആ ഒരു കോൺവെർസേഷൻ എങ്ങനെ അവസാനിപ്പിക്കും എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് എക്സാമ്പിൾ വരുന്നത് ഹലോ, ഹായ്, നമസ്തേ, ഗുഡ് മോർണിംഗ്, സുപ്രഭാത്, ഗുഡ് നൈറ്റ്, ശുഭരാത്രി, ഹൗ ആർ യു, ഹൗ ആർ യു, ആപ് കൈസേ ഹെ. നിങ്ങൾ ഇതെല്ലാം എവിടെയോ കേട്ട് പരിചയം ഉണ്ടാവും, എന്നാലും ഇതൊക്കെ ഫോളോ ചെയ്യാം. ഓക്കെ, ഐ എം ഫൈൻ, मैं ठीक हूँ, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, താങ്ക് യു, ധന്യവാദ്, താങ്ക് യു, സോറി, മാഫ് കീജിയെ, പ്ലീസ്, കൃപയ, ഒന്ന് ചെയ്തു തന്നാലും, നമുക്കൊന്ന് പെന്ന് തന്നാലും ഒക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് പ്ലീസ് എന്നത് ചോദിക്കേണ്ടതുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മളത് കോമൺലി യൂസ്ഡ് വേർഡ്സ് ആണ്. സാധാരണയായി നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് അത് യഹാം, ഹാം, യെസ്, हाँ, नो, नहीं, കം, ആവോ, ഒരാൾ അകത്തേക്ക് വന്നോട്ടെ അല്ലെങ്കിൽ വരൂ എന്നതിന് പറയാൻ വേണ്ടി നമ്മൾ ആവോ എന്ന് പറയും. ഗോ, ജാവോ, പോകാൻ വേണ്ടി നമ്മൾ ജാവോ എന്നാണ് ഉപയോഗിക്കാറ്. ഈറ്റ്, ഈറ്റ്, ഖാവോ, കഴിക്കൂ. ഡ്രിങ്ക്, പിയോ, കുടിക്കൂ. ഗിവ്, ദോ, തരൂ. ടേക്ക്, ലോ, എടുത്തോളൂ എന്നതൊക്കെയാണ്. സിറ്റ്, ബൈഠോ. സ്റ്റാൻഡ് അപ്പ്, ഖഡേ ഹോ രഹോ. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പ് വരുന്നത് സിമ്പിൾ ഡെയിലി സെന്റൻസസ് ആണ്. അതില് ഫസ്റ്റ് എക്സാമ്പിൾ വരുന്നത് വാട്ട് ഈസ് യുവർ നെയിം, വാട്ട് ഈസ് യുവർ നെയിം, നിങ്ങളുടെ പേരെന്താ. ആപ്കാ നാം ക്യാ ഹെ, ആപ്കാ നാം ക്യാ ഹെ. My name is Mubin, मेरा नाम मुबीन है. Where are you from? आप कहाँ से हैं? Where are you from? आप कहाँ से हैं? നിങ്ങൾ എവിടെ നിന്നാ? I am from India, ഞാൻ ഇന്ത്യയിൽ നിന്നാണ്. मैं भारत से हूँ. Where do you live? आप कहाँ रहते हैं? നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? I live in Delhi, मैं दिल्ली में रहता हूँ और रहती हूँ. ओके, I don't understand, मुझे समझ नहीं आया, എനിക്ക് മനസ്സിലായില്ല. मुझे समझ नहीं आया, എനിക്ക് മനസ്സിലായില്ല. Can you help me? क्या आप मेरी मदद कर सकते हैं? क्या आप मेरी मदद कर सकते हैं? I need water, मुझे पानी चाहिए. പിന്നെ വരുന്നത് നമ്പേഴ്സ് ആണ്. അതിൽ 1 to 10 ആണ് ഇപ്പൊ ബേസിക് ആയിട്ട് നമ്മൾ നോക്കുന്നത്. 1 ഏക് എന്ന് പറയും, 2 ദോ, 3 तीन, 4 4, 5 5, 6 6, 7 7, 8 8, 9 9, 10 10. Once again, एक, दो, तीन, चार, पाँच, 6 7 8 9 10. ഇതാണ് നമ്പേഴ്സ്. നെക്സ്റ്റ് വരുന്നത് ഷോപ്പിങ്ങിനും ട്രാവലിങ്ങിനും ഒക്കെ യൂസ് ചെയ്യുന്ന ഫ്രേസസ് ആണ്. എല്ലാവരും ഷോപ്പിംഗ് ആയാലും ട്രാവലിംഗ് ആയാലും ചെയ്യുന്നവരാണ്. ആരും വീട്ടിൻ്റെ അകത്ത് മൂടിയിരിക്കുന്നവരൊന്നല്ല. ഓക്കെ, ഹൗ മച്ച് ഈസ് ദിസ് നമ്മൾ അപ്പൊ യൂസ് ചെയ്യുന്നതാണ്. ഹൗ മച്ച് ഈസ് ദിസ്, യെ കിത്ന ഹെ, ഇത് എത്ര, ഇതിന് എത്രയാണെന്ന് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ. ഈസ് ഇറ്റ് ഈസ് ടു എക്സ്പെൻസീവ്,
यह बहुत महंगा है, यह बहुत महंगा, ഇത് കൂടുതലാണ്, എക്സ്പെൻസീവ് ആണ്, ഇത് കൂടുതൽ, ഇത് വില കൂടുതലാണ് എന്ന് പറയാറുണ്ട് നമ്മൾ. Can you reduce the price? क्या आप दाम कम कर सकते हैं? क्या आप दाम कम कर सकते हैं? ഇത് നിങ്ങൾക്ക് കുറച്ച് തരാൻ പറ്റുമോ? നമ്മളെല്ലാവരും ചോദിക്കാറുണ്ട് അല്ലെ, നമ്മളോട് എന്തെങ്കിലുമൊക്കെ നമ്മൾ എന്തെങ്കിലും വാങ്ങുമ്പോഴൊക്കെ പറയാറുള്ളതാണ്. Where is the bus stop? Where is the bus stop? എവിടെയാണ് ബസ് സ്റ്റോപ്പ്? ബസ് സ്റ്റോപ്പ് കഹാ ഹെ? ബസ് സ്റ്റോപ്പ് എവിടെയാണ്? I want to go to the market. എനിക്ക് മാർക്കറ്റിൽ പോകണം. मुझे बाजार जाना है. मुझे बाजार जाना है. നെക്സ്റ്റ് വരുന്ന ടോപ്പിക് ആണ് നമ്മൾ സിമ്പിൾ കോൺവെർസേഷൻസ് ആണ്. സിമ്പിൾ ഡെയിലി ലൈഫിൽ നമ്മൾ ഉമ്മയും മകനുമായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ടീച്ചറും കുട്ടിയുമായിട്ടുണ്ടാവും, പാരൻസ് തമ്മിലുണ്ടാവും അല്ലെ, അങ്ങനെ പല കോൺവെർസേഷൻസും നമ്മളെ ഇടയിലുണ്ടാവും. അതില് എക്സാമ്പിൾസ് ആയിട്ട് വരുന്ന കുറച്ച് വേർഡ്സ് പറഞ്ഞുതരാം. നമസ്തേ ആപ് കൈസേ ഹെ? നമസ്തേ ആപ് കൈസേ ഹെ? താങ്കൾ എങ്ങനെ? നമസ്തേ. ഹലോ, ഹൗ ആർ യു? നിങ്ങൾ എങ്ങനെയുണ്ട്? मैं ठीक हूं, धन्यवाद. और आप? ഞാൻ നന്നായിട്ടിരിക്കുന്നു. നിങ്ങൾ എങ്ങനെയുണ്ട്? ഐ ആം ഫൈൻ, താങ്ക് യു. ആൻഡ് യു എന്നതാണ് അതിൻ്റെത്. मैं ठीक हूं, मैं ठीक हूं. I am also fine. आप कहां से हैं? നിങ്ങൾ എവിടെ നിന്നാ? Where are you from? मैं मुंबई से हूं. ഞാൻ മുംബൈയിൽ നിന്നാണ്. നെക്സ്റ്റ് വരുന്നത് നമ്മളെ ഇതിനുള്ള ടിപ്സ് ആണ്. എങ്ങനെ ഇത് ഫ്ലുവൻസി വരുത്താം, നമുക്ക് ഇതെങ്ങനെ സ്പീക്ക് ചെയ്ത് ഫ്ലുവൻസി വരുത്താം. അതിനുവേണ്ടി നമ്മൾ ടിവിയിലെ കുറെ പ്രോഗ്രാംസ് അല്ലെങ്കിൽ നമ്മളെ മൊബൈൽ യൂസ് ചെയ്തിട്ട് നമുക്ക് കുറെ വീഡിയോസ് കാണാം, ഫിലിം, ഹിന്ദി വീഡിയോ, ഹിന്ദി മൂവീസ് കാണാം, ഹിന്ദി സോങ്സ് വാച്ച് ചെയ്യാം, അതിൻ്റെ ഒപ്പം പാടി നോക്കാം. അങ്ങനെ കുറെ കാര്യങ്ങൾ, കാർട്ടൂൺസ്, കുട്ടികൾക്കാണെങ്കിൽ കാർട്ടൂൺസ് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ റെഗുലർലി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഏർപ്പെടുമ്പോഴാണ് നമുക്ക് ഹിന്ദി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യാൻ, ന്യൂസ് വാച്ച് ചെയ്യാൻ പറ്റും. നമ്മൾക്ക് നമ്മളെ ശ്രദ്ധയിൽ കുറെ വൊക്കാബുലറീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ വൊക്കാബുലറീസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് സെന്റൻസിലേക്ക് അത് ഫോർമേഷൻ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ സംസാരിച്ചു തുടങ്ങും. അപ്പം ഇതുപോലെ ഹിന്ദി സംസാരിക്കാൻ ഏറ്റവും എളുപ്പ വഴി ഇതാണ്. ഓക്കെ, താങ്ക് യു.